താജ്മഹൽ പോലെ വീട് വെക്കാൻ ആശ. ചില്ലറ ആശയൊന്നുമല്ല, വീട് വെച്ച ശേഷം അത് ബോംബ് വെക്കാൻ ആശ. ഇതെല്ലാവരും പോയി കഴിയുമ്പോൾ സാറിനെ കളിയാക്കി ഞാൻ അനുകരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിള്ളേരെല്ലാം ചിരിക്കും. ഞാനങ്ങനെ കാണിച്ചപ്പോൾ അവസാനം കുട്ടികളെല്ലാം കൂടെ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, അത് നീ കലോത്സവത്തിന് കാണിക്ക്. സാറിനെ അനുകരിച്ച് ഞാൻ എല്ലാം കാണിച്ചപ്പോൾ എല്ലാ കുട്ടികളും ഭയങ്കര കൈയടി, സാറുമാർക്ക് മാത്രം ദേഷ്യം. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നമുക്കെല്ലാം ചിറകടിക്കുന്ന ആശകൾ, ചിറകടിക്കുന്ന സ്വപ്നങ്ങളാണ് ഉണ്ടാവേണ്ടതെന്ന്. പ്രിയമുള്ളവരെ, എന്നെ ഒന്നുകൂടെ ഞാനൊന്ന് സ്വയം പരിചയപ്പെടുത്താം. ഞാൻ KSFയിൽ നിന്ന് സീനിയർ മാനേജറായിട്ട് റിട്ടയർ ആയതാണ്. റിട്ടയറായതിനു ശേഷം റീട്ടയറായി ഞാനൊന്ന് കാര്യമായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ഫോൺ വന്നത് KSFയിൽ നിന്ന് തന്നെയാണ്. അവിടുത്തെ ഒന്ന് രണ്ട് സംശയങ്ങളുമായിട്ട് വിളിച്ചതാണ്. അപ്പോൾ അവിടെ രക്ഷയില്ല. ഞാൻ എന്ത് ചെയ്യുന്ന ആകെ വിഷമിച്ചിരുന്നപ്പോഴാണ് എൻ്റെ മക്കൾ ഇവിടെ വന്നത്. നിങ്ങൾ ഏത് സ്കൂളാ? എടാ ചാണക്കാരിയോ? കാണക്കാരി? നീ വന്നേ പോലെ കാണക്കാരി സ്കൂളിൽ നിന്നാണല്ലേ? ഞാൻ മക്കളെ വിളിച്ചാൽ നിങ്ങൾ വിളി കേൾക്കുമോ? എന്തോന്ന് വിളി കേൾക്കുമോ? ഉറക്കെ വിളിക്കണം, ഉറക്കെ കേൾക്കണം. കേൾക്കുമോ? മക്കളെ, ഒന്നുകൂടെ ഉറക്കത്തില്ല. മക്കളെ മതിയടാ, അത് മതി. ഇതിൽ പറയുന്നൊരു സന്തോഷം എനിക്ക് വേറെ എന്ത് വേണം? നിങ്ങളെന്നെ റെസ്പോണ്ട് ചെയ്യുന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. നിങ്ങളിപ്പം അവിടെ നിന്ന് ബസ്സിൽ വരികയായിരുന്നു അല്ലേ? യൂത്ത് ഫെസ്റ്റിവലൊക്കെ കണ്ടോ? ഇവിടെ വേറെ ഒന്നും കാണാൻ പറ്റിയില്ല അല്ലേ? സാരമല്ല ഉണക്കടാ, എന്നെ കാണുന്നല്ലോ, അത് മതി. എന്നെ കാണാനില്ലേ? മതി. നിങ്ങളൊന്നും കാണണ്ട, നിങ്ങളെ കയറി കളിക്കുകയാണ് വേണ്ടത്. നമുക്ക് കുറേ കളികൾ കളിക്കാം. എന്ത് പറയുന്നത്? കളിക്കാമോ? കളിക്കാം അല്ലേ? അതുപോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുത്ത ഒരാളെ പറ്റിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങളെപ്പോലെ കൊച്ചു കുട്ടിയായിട്ട് മുമ്പ് പങ്കെടുത്തത് അയാളെയാണ് പറയാൻ പോകുന്നത്. ഇന്നലെ ഒരാൾ മരിച്ചു പോയല്ലോ. ആരാണ്? നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ട ഒരാളാണല്ലോ. ആരാണ്? എന്താണ്? ജയചന്ദ്രൻ അല്ലേ? ജയചന്ദ്രൻ സാർ അല്ലേ? അദ്ദേഹം വലിയ നല്ല പാട്ടുകാരനാണ്. ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളുടെ പ്രായമായപ്പോൾ ഒരു 67 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ അച്ഛനോ അപ്പൂപ്പനോ ഒക്കെ ജീവിച്ചിരിക്കുന്ന അച്ഛനൊന്നും ജീവിച്ചിരുന്നിട്ടില്ല. ആ വലിയ കാലത്തിൽ, ആ സമയത്ത് 1958 പറയും. അന്ന് ഇതുപോലെ യേശുദാസിനെ അറിയാലോ? പാട്ട് പാടുന്ന യേശുദാസിനെ അറിയൂടെ? ജയചന്ദ്രനെ അറിയാലോ? ഇവരൊക്കെ ഈ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് പങ്കെടുത്തപ്പോൾ യേശുദാസിനായിരുന്നു ലളിതഗാനത്തിന് ഫസ്റ്റ് കിട്ടിയത്. യേശുദാസിൻ്റെ പാട്ട് നമ്മളെപ്പോഴും റേഡിയോയിലൂടെയൊക്കെ കേൾക്കും അല്ലേ? യേശുദാസിൻ്റെ ഒരു പാട്ട് ആരെങ്കിലും പാട്. ആർക്കെങ്കിലും അറിയാമോ? ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട്. ആർക്ക് പാടാനറിയാം? മോളുവാ വന്നാടാ, ഇനി വന്നേ, ഓടിവാ. എന്താ ചുണക്കുട്ടിയായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒരു കൈയടി കൊടുത്തേ, നല്ല കൈയടി കൊടുത്തേ. മോളുടെ പേരെന്താണ്? എന്താണ്? അദ്രിജ. ഉഗ്രം പേരാണല്ലോ അദ്രിജ. ഇതാരാണ് പേരിട്ടത്? അച്ഛൻ വന്നിട്ടുണ്ടോ? ഇല്ല. അദ്രിജ മോള് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടുന്നതായിരിക്കും. പാട്. ഏത് പാട്ട്? പാടിക്കോ. ഏത് പാട്ട് അറിയാൻ? അങ്കിൾ കൂടെ പാടാം. ഏത് പാട്ട്? ഏതാണ്? ഏതെങ്കിലും പാടിക്കോ. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. പാടിക്കോ. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശകൻ തീരത്ത്, അങ്ങനല്ലേ? നിരാശതൻ കണ്ണീരിൽ ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. എങ്ങനെ
മക്കളെ പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളുമായിട്ട് ഈ സ്നേഹം പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ വന്നത്. എന്തായാലും കൊള്ളാം. അവൾ ദുഃഖങ്ങളും സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാനാണ് വന്നത്. എന്തൊരു കുട്ടികളല്ലേ, അവരുടെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാനാണ് അവരിവിടെ വന്നത്. ഇതെല്ലാം ഒരു ഓർമ്മയായിട്ടിരിക്കും എന്നുള്ളതാണ്. അവർക്കിതെല്ലാം ഓർമ്മയായിട്ടിരിക്കും അല്ലേ? നല്ല മോള് വാ, ഞാൻ അങ്ങോട്ട് വന്നോളാം കേട്ടോ. അങ്ങനെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്ന കാലത്ത് അവർ സ്വപ്നങ്ങൾ കാണുക, കുട്ടികൾ സ്വപ്നങ്ങൾ കാണുക. ഏതാണ് APJ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത് അല്ലേ? സ്വപ്നങ്ങൾ കാണുക. ഒരു കൊച്ചു പയ്യൻ, ഒരു മോൻ, ഇതുപോലൊരു മോൻ വന്ന് പറഞ്ഞു, അങ്കിളെ ഞാൻ ഒരു കവിത എഴുതി. എന്തോന്ന് കവിതയാണ് എഴുതിയത്? അത് പാരഡിയാണ്. പാരഡി പോലെ എഴുതുന്ന അറിയാമോ? പാരഡി ആയിട്ടാണ് അവ എഴുതിയത്. എങ്ങനെയുള്ള പാരഡിയാണ് എഴുതിയത്? അത് ഞാൻ ചിന്ന ചിന്ന ആശൈ, അറിയാമോ? ചിന്ന ചിന്ന ആശൈ ചിറകടിക്കും ആശൈ, കേട്ടില്ലേ? അതുപോലത്തെ പാട്ട്. ആദ്യത്തെ വരി എങ്ങനെയാണ്? ആദ്യം ഇതുപോലെ തന്നെ, ചിന്ന ചിന്ന ആശൈ, പിന്നെ ചിറകടിക്കും ആശൈ. നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നമുക്കെല്ലാം ചിറകടിക്കുന്ന ആശകൾ, ചിറകടിക്കുന്ന സ്വപ്നങ്ങളാണ് ഉണ്ടാവേണ്ടതെന്ന്. അതാണ് മോള് പറഞ്ഞത്, അവൾക്ക് സ്വപ്നങ്ങളൊക്കെ പങ്കുവയ്ക്കാമെന്ന്. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇവനും അതുപോലെ എഴുതിയത്. എന്താണ് അവൻ്റെ സ്വപ്നങ്ങൾ? എന്താണ് അവൻ്റെ ആശ? കൊച്ചു ആശൈ. അയ്യോ, കൊച്ചാശൈ. അവൻ കൊച്ചല്ലേ ഉള്ളൂ, കൊച്ചാശൈ. എന്താണ് പിന്നെ അവൻ്റെ പ്രാദേശിക പാട്ടെ പറയാണ്, ഇത്തുപൂരം ആശൈ. എന്താണ് നിൻ്റെ ഇത്തുപൂരം ആശൈ? താജ്മഹൽ പോലെ വീട് വെക്കാൻ ആശൈ. ചില്ലറ ആശയൊന്നുമല്ല. താജ്മഹൽ പോലെ വീട് വെക്കാൻ ആശൈ. വീട് വച്ച ശേഷം അത് ബോംബ് വെക്കാൻ ആശൈ. ചിന്ന ആശൈ. അവൻ്റെ ചിന്ന ആശ ഇങ്ങനെയാണെങ്കിൽ അവൻ്റെ പെരിയ ആശ എന്തായിരിക്കും? അവനെ കുഴപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ അങ്ങനെ അത്തരം ഒരു ലോകത്താണ് അവൻ കഴിയുന്നതും. അത്തരം ലോകത്തെ അത്തരം ദുരന്തങ്ങളും യുദ്ധങ്ങളും ഒക്കെ കണ്ടാണ് അവൻ വളർന്നു വരുന്നതും. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ നമ്മുടെ മോള് ഇപ്പോൾ ആർദ്ര സ്വപ്നം കണ്ടുകൊണ്ട്, സ്വപ്നം കാണുക എന്ന സ്വപ്നം പങ്കുവയ്ക്കുക, മറ്റുള്ള കൂട്ടുകാരിയുമായിട്ട് അവൻ്റെ ദുഃഖങ്ങളും പങ്കുവയ്ക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജയചന്ദ്രനെ കുറിച്ച് അല്ലേ? ജയചന്ദ്രൻ നമ്മുടെ മലയാളികളുടെ വീട്ടിനകത്തെ ഒരു അംഗം പോലെയാണ് ജയചന്ദ്രൻ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അംഗമാണ് ജയചന്ദ്രൻ. നമ്മുടെ വീട്ടിലൊരു അംഗമായിട്ടാണ്. മലയാളികൾക്ക് ഒരിക്കലും പാടാൻ പറ്റില്ല, മറക്കാൻ പറ്റില്ല. മലയാള ഭാഷതൻ മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. തിരികൊള്ളും നാടിൻ്റെ ഗ്രാമീണ ശയ്യയിൽ എന്താണ് പുളിയിലെ കരമുണ്ടു ഞൊറിയുന്നു. മലയാള ഭാഷതൻ മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. മലർമന്ദഹാസമായി വിരിയുന്നു. മന്ദഹാസം, നമുക്കിവിടെയും മന്ദഹാസമാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട്. മോൾ പറഞ്ഞ പോലെ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും മന്ദസ്മിതമായി പരസ്പരം സ്നേഹമായിരിക്കുക, പരസ്പരം ചിരിച്ചിരിക്കുക. ചിരി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഔഷധമാണ്. ചിരിയാണ് നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ചിരിച്ചു കൊണ്ടിരിക്കുക അല്ലേ? ചിരി നോക്കാണ് നമുക്ക് ഏറ്റവും പറ്റിയ, നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പറ്റിയ മരുന്ന് ചിരിയാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും എന്ത് ചെയ്യണം? ഉറക്കെ പറഞ്ഞു, എന്ത് ചെയ്യണം? എന്താണ്? ഉറക്കെ ചിരിക്കണം അല്ലേ? എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കണം അല്ലേ? ചിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു എന്താണ് വിസിറ്റിംഗ് കാർഡ് എന്ന് പറയാം. നമ്മുടെ ഒരു കാർഡായിട്ട് നമുക്ക് പറയാം. പരസ്പരം ഒരാൾ വരുമ്പോൾ നമ്മളങ്ങോട്ട് നോക്കി ചിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദമായി പരിചയപ്പെടുന്നു അല്ലേ? നിങ്ങൾ രണ്ട് കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ട് വരികയാണ്. കൂട്ടുകാരില്ല, അതിനു മുമ്പൊന്നും അറിയുന്നില്ല. അടുത്ത് വന്ന് ചിരിക്കുന്നു, അവരും ചിരിക്കുന്നു. രണ്ടുപേരും ചിരിക്കുമ്പോൾ അവിടെ സ്നേഹം വരുന്നു. അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നു, അവിടെ കൂട്ടുകാരാവുന്നു അല്ലേ? അപ്പോൾ നമുക്ക് കൂട്ടുകൂടാൻ പറ്റും. ഏറ്റവും വലിയ ഔഷധമാണ് നമുക്ക്. അതുകൊണ്ട് ചിരി നഷ്ടപ്പെടുത്തരുത്. പക്ഷേ ചിലരുണ്ട് സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും കയറി ചിരിച്ചു കളയും. നോക്കി വേണം ചിരിക്കാൻ. ചിലർ ആക്കി ചിരിച്ചു കളയും. പലരും ആക്കി ചിരിക്കും, അതറിയാമോ? ആക്കി ചിരിക്കും. അങ്ങനെ ചിരിക്കരുത്. നോക്കി ആരോടാണ് എങ്ങനെയാണ് നമുക്ക് പെരുമാറേണ്ടതെന്ന് നോക്കി ചിരിക്കണം. അത്തരം ചിരികളാണ് നമുക്ക് വേണ്ടതല്ലേ? നല്ല ചിരികൾ. ഒരു ചിരി കൊണ്ടു നമ്മൾ ഒരു
കാർത്തിക തീർക്കാം ഒരു മലർ കൊണ്ടു നമ്മൾ ഒരു വസന്തം തീർക്കാം. ആ യൗവനം ഒരു പാൽക്കടലായി അലചാർത്തിടുമനുരൂപമാം പൂവാനത്തെ. അത് പോട്ടെ, നമ്മൾ ചിരിക്കുക എന്നുള്ളതാണല്ലേ. ചിരിക്കണം, പരസ്പരം ചിരിച്ചുകൊണ്ട്. എല്ലാവരും പരസ്പരം ഒന്ന് കൈ കൊടുത്തേ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കൈ കൊടുത്തേ. അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചുകൊണ്ടൊന്ന് കൈ കൊടുത്തേ എല്ലാവരും. നിങ്ങൾ കൊച്ചു കുട്ടികളാണ്, അപ്പം ഞാനൊരു കുഞ്ഞു കഥ പറഞ്ഞു തരാം കേട്ടോ. ഒരു കുഞ്ഞു കഥ പറയാം. കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടല്ലോ. ഒരിടത്ത് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. പട്ടിക്കുട്ടി അറിയാമല്ലോ എല്ലാവർക്കും. പട്ടിക്കുട്ടി അറിയാമല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. ചിലരുടെ വീട്ടിലും ഉണ്ട് അല്ലേ? ആരുടെ വീട്ടിലുണ്ട്? വീട്ടിലുള്ളവരും ഉണ്ട് പട്ടിക്കുട്ടി. പട്ടിക്കുട്ടി ഇങ്ങനെ വരാന്തയിൽ വീടിൻ്റെ ഇറയത്ത് വന്നിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. കിടന്ന് ചുമ്മാ ഇരുന്ന് കിടക്കുമ്പോഴത്തേക്ക് അതിനെന്ത് വരും? കിടക്കുകയാണ്. ചുമ്മാ ഇരുന്ന് കിടന്നപ്പോൾ അതിന് ഉറക്കം വന്ന് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ തുടങ്ങി. കൂർക്കം പരിശീലനം കിടന്ന് ഉറങ്ങുകയാണ്. പട്ടി ഇരിക്കുന്നുണ്ടല്ലേ, ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് കിടക്കുക. ഉറങ്ങി വന്നപ്പോൾ കേൾക്കാം ഒരു ശബ്ദം ഇവിടെ എന്താണ്, എവിടെ? ജനലിൽ. എന്ത് ശബ്ദം എന്നറിയാമോ? ഇത് ഉറങ്ങി വരികയാണ്. എന്താണത്? എന്താണ്? ഉറക്കെ പറഞ്ഞ കേട്ടില്ല. പൂച്ചയാണല്ലേ. അത് മക്കൾക്ക് മനസ്സിലായി, പക്ഷെ പട്ടിക്കുട്ടിക്ക് മനസ്സിലായില്ല. പട്ടിക്കുട്ടി പെട്ടെന്ന് ചാടി എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് പൂച്ച ഓടിക്കളഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. ആരാ ഞാൻ സംസാരിക്കുക. ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല. അപ്പം തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ച് വീണ്ടും അടുത്ത് വന്ന് വീണ്ടും കിടന്ന് വീണ്ടും എന്ത് ചെയ്ത് ഇങ്ങനെ ഇരുന്നപ്പം എന്ത് വന്നു? എന്താ? പൂച്ച വന്നു അല്ലേ? പൂച്ച വന്നെന്ന് എങ്ങനെയാണെന്നറിയാമോ? ഈ വീണ്ടും ഉറങ്ങാനായിട്ട് ഇങ്ങനെ ഉറങ്ങി കിടക്കുമ്പം ആര് വന്നു? പൂച്ച വന്ന് എന്ത് പറഞ്ഞു? എന്ത് കാണിച്ചു? എന്താണ് കേട്ടൂടെ? എന്താണെന്ന് പറഞ്ഞു തന്നെ. എങ്ങനെ ഉറക്കെ പറഞ്ഞേ? ചാടി എണീറ്റ് പൂച്ച വീണ്ടും ഓടിക്കളഞ്ഞു. നോക്കിയപ്പോൾ ആരാണ് കാണാനില്ല. നേരെ ഇതുപോലെ ചാടി ഇറങ്ങി ഇങ്ങ് വെളിയിൽ വന്ന് ആരാണ് ഈ ഞാവും നീയാണോ ഞാവെന്ന് വിളിച്ചത് എന്ന് ചോദിച്ച്. ആണോ ഞാവെന്ന് വിളിച്ച ആരാണ്? നോക്കിയാൽ കാണാം ഒരു കോഴി കണ്ടിട്ടുണ്ടല്ലോ. കോഴി എടുത്ത് നീയാണോടാ മ്യാവെന്ന് വിളിച്ചത്. അപ്പോൾ കോഴി പറഞ്ഞു, അയ്യോ ഞാൻ മ്യാവും നല്ല വിളിക്കുന്നത്, പിന്നെ എങ്ങനെയാണ്? എല്ലാവരും കൂടെ ഒരുമിച്ച് കേട്ടൂടാ, അതൊന്നും കേട്ടൂടാ, ഉറക്കെ വിളിക്കേ. എങ്ങനെ? അയ്യോ അങ്ങനെയാണോ? അപ്പം ഞാവും നല്ല വിളിച്ചത് കൊക്കരക്കോന്ന്. അപ്പം ഇതല്ല. പിന്നെ ആരായിരിക്കും? ചുറ്റും നോക്കി ഓടി എല്ലായിടത്തും നോക്കിയപ്പോൾ കാണാം ഒരാട്ടിൻകുട്ടി. ആടിനെ കണ്ടിട്ടുണ്ടാ? എവിടെയുണ്ട്? വീട്ടിലുണ്ടോ? വീട്ടിലില്ല. ആടിൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നീ ഞാനോടാ മ്യാവെന്ന് വിളിച്ചത്. അപ്പം ആട് പറഞ്ഞു, അയ്യോ ഞാൻ മ്യാവും നല്ല വിളിക്കുന്നത്, പിന്നെ എങ്ങനെയാണ്? ഉറക്കെ എല്ലാവരും ഉറക്കെ പറഞ്ഞു. അയ്യോ അപ്പം അങ്ങനെയാണോ? അപ്പം അങ്ങനെയല്ലല്ലോ, പിന്നെ ആരായിരിക്കും? നോക്കിയപ്പോൾ കാണാം ഒരു ഡക്ക്, താറാവിനെ കണ്ടിട്ടുണ്ടോ? താറാവിൻ്റെ അടുത്ത് നീയാണോടാ മ്യാവെന്ന് വിളിച്ചത്. അയ്യോ ഞാൻ മ്യാവ് നല്ല വിളിക്കുന്നത്, പിന്നെ എങ്ങനെയാണ്? ബാക്ക് എന്നാണല്ലേ, ബാക്കിലോട്ട് പോവാനാ? ബാക്ക് അങ്ങനെയാണ്. അപ്പോൾ താറാവ് അല്ലല്ലോ, പിന്നെ ആരാണെന്ന് നോക്കിയപ്പോൾ കാണാം ഒരു തവള കണ്ടിട്ടുണ്ട്. തവള എങ്ങനെ വിളിക്കുന്നത്? തവള ചോദിച്ചു, നീയാണോടാ മ്യാവെന്ന് വിളിച്ചത്. അപ്പം പറഞ്ഞു, അയ്യോ ഞാൻ മ്യാവും നല്ല വിളിക്കുന്നത്, പിന്നെ എങ്ങനെയാണ്? അതുമല്ലല്ലോ, പിന്നെ ആരായിരിക്കും? അതിനിടയ്ക്ക് തവള ചാടി അങ്ങ് പോയി. തവള എങ്ങനെയാണ് ചാടി പോകുന്നത്? എങ്ങനെ? തവള ചാടുന്നുണ്ടോ?
ചാടി 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 ഒരു കുളത്തിൽ കയറി അങ്ങ് ചാടി. കുളത്തിൽ കയറി ചാടിയപ്പോഴത്തേക്ക് പട്ടിക്കുട്ടി എന്താണെന്ന് പറയുമ്പോൾ തിരിച്ച് പൂട്ടിക്കുട്ടി കൂടെ എടുത്ത് ചാടി. തവള ആണെങ്കിൽ കരയിലും വെള്ളത്തിലും ജീവിക്കും അല്ലേ? പട്ടിക്കുട്ടിക്ക് അവിടെയും ജീവിക്കാൻ വയ്യ. അയ്യോ, പട്ടിക്കുട്ടിക്ക് നീന്താൻ അറിഞ്ഞൂടാ. നേരെ ബൊക്കളെ വന്നു. അവസാനം അവിടെ ചെന്നപ്പോഴത്തേക്ക് കാണാം വേറൊരു സാധനം. വെള്ളത്തിൽ എന്തെന്നായിരിക്കും? എന്താണ്? മീൻ. മീൻ്റെ അടുത്ത് ചോദിച്ചു, നീയാണോടാ നീ സൗണ്ട് ഉണ്ടാക്കിയത്? അപ്പം മീൻ പറഞ്ഞ, അയ്യോ മീൻ എന്തായിരിക്കും പറഞ്ഞ, മീൻ ഇങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. മീൻ സൗണ്ട് ഉണ്ടാക്കുമോ? ഇല്ല, മീൻ സൗണ്ട് ഉണ്ടാക്കൂല. അപ്പം മീനും അല്ല. അവസാനം അയ്യോ അതൊന്നും അല്ലല്ലോ, എല്ലാം പോയി. ഇവനെ ദേഹം മുഴുവൻ കുളഞ്ഞ് അവസാനം വല്ല വേദനയും നടന്ന് അതിൻ്റെ വീട്ടിൽ ചെന്നെത്തി. വീട്ടിൽ ചെന്ന് എത്തിയപ്പോഴത്തേക്ക് അങ്ങനെ അയ്യോ എനിക്ക് ഒട്ടും വയ്യല്ലോ, അയ്യ വീണ്ടും കിടന്ന് വീണ്ടും അങ്ങനെ ഉറങ്ങി വന്നപ്പോൾ ഏത് ശബ്ദം കേൾക്കാം? ഏത് ശബ്ദം? ചാടി എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് പൂച്ച. ഓഹാ, നീയായിരുന്നല്ലേ? ചാടി വന്ന പൂച്ച ഇഞ്ഞ് ചാടി വന്ന് കുറേ ഇതിൻ്റെ മുന്നിൽ ഓടി കുറേ ആന്തലും കിട്ടി. ആ വെള്ളത്തിൽ വീണ് വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും പോകേണ്ട കാര്യം ഉണ്ടായിരുന്നാ? ഇല്ല. നിങ്ങളും ഇതുപോലെ ഒരുപാട് പേരൊക്കെ വിളിക്കും പലയിടത്തും പോകാനായിട്ട്. ഒരിടത്തും പോകരുത്, എങ്ങനെയൊന്നും പോകരുത്. എന്തെങ്കിലുമൊക്കെ തരാൻ നോക്കും, അതൊന്നും വാങ്ങിക്കരുത് കേട്ടാ. നിങ്ങളുടെ അച്ഛനോ അമ്മയോ അധ്യാപകരോ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാർ പറഞ്ഞാലേ ഇതൊക്കെ കേൾക്കാവൂ കേട്ടാ. അല്ലാതെ ഒന്നും വാങ്ങിക്കില്ല. അല്ലാതെ നമ്മൾ എന്തായിട്ടായിരിക്കുള്ളൂ? സ്നേഹമായിട്ടായിരിക്കുള്ളൂ അല്ലേ? സ്നേഹമായിട്ട് നല്ല കുട്ടികളായിട്ടിരിക്കുന്നവരൊന്ന് കൈയടിച്ചേ, നല്ലൊന്ന് കൈയടിച്ചേ. ശരി, നല്ല കൈയടി. എനിക്ക് നല്ല കൈയടി കിട്ടി, കൊള്ളാം. നിങ്ങളെ കണ്ടപ്പോൾ നല്ല നക്ഷത്ര കുഞ്ഞുങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല നക്ഷത്രം കാണാൻ. നക്ഷത്രമെല്ലാം സ്വയം പ്രകാശിക്കുന്നതാണ്. ഞങ്ങളെ സ്വയം പ്രകാശിക്കും. കൈയടിച്ചോ, നല്ല കൈയടിച്ചോ. നിങ്ങളെ തന്നെ കൈയടിച്ചോ. അല്ല, സ്വയം നല്ലവണ്ണം പ്രകാശിക്കുന്നവരാണ്. ഞാനൊരു നടനായിട്ട് നിൽക്കുന്നത്. നടനെന്ന് പറയുന്നത്, നിങ്ങൾ നിലാവുള്ള രാത്രിയിൽ ആകാശത്തേക്ക് നോക്കി എന്ത് കാണും? നിലാവുള്ള രാത്രിയിൽ എന്താ? നക്ഷത്രം കാണും. പിന്നെ എന്താ? മൂൺ. പിന്നെന്ത്? ആകാശം കാണും. നിലാവുള്ള രാത്രിയിൽ എന്ന് പറയുമ്പോൾ എന്താണ് കാണുന്നത് മെയിനായിട്ട്? നിലാവുള്ള രാത്രി എന്ത് കാണുമെന്ന് വെച്ചാൽ നിലാവ്. കറക്റ്റ്, നിലാവാണ് അല്ലേ? ചന്ദ്രൻ നല്ല ഇങ്ങനെ നിൽക്കുന്നതല്ലേ, ഉദിച്ചു നിൽക്കുന്നതല്ലേ ചന്ദ്രനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? എന്നും ഒരുപോലെയാണോ ചന്ദ്രൻ നിൽക്കുന്നത്? അല്ല, ഓരോ സമയത്തും ഓരോ കലകളിലാണ്. ഒരിക്കലാണെങ്കിൽ പൂർണ്ണ ചന്ദ്രനായിരിക്കും, ഒരിക്കലാണെങ്കിൽ പകുതിയായിരിക്കും, ഒന്ന് കൈക്കുമ്പിൾ പോലെ ആയിരിക്കും, ചിലപ്പോൾ കാണാനേ പറ്റൂല അല്ലേ? അതുപോലെയാണ് നമ്മൾ അഭിനയിക്കുമ്പം ഓരോരോ കലകളിൽ ഓരോ കഥാപാത്രങ്ങളായിട്ട് എന്ന് പോലെയാണ് നിൽക്കുന്നത്. അല്ല, ഓരോരോ കഥാപാത്രങ്ങളായിട്ട് നിൽക്കും. പക്ഷേ ഇത് നിൽക്കുന്നത് നമ്മുടെ മാത്രം കഴിവുകൊണ്ടല്ല. ഡയറക്റ്റ് ചെയ്യാൻ ഒരാളുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട്, അങ്ങനെ എന്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ വരെ ആളുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ്. ഞാൻ പെട്ടെന്ന് പറയുകയാണ് കേട്ടോ, ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ്. അപ്പം സൂര്യൻ്റെ പ്രകാശം കൊണ്ടല്ലേ ചന്ദ്രനിൽ കാണുന്നത്? അതല്ലേ നമ്മൾ കാണുന്നത്? സൂര്യൻ്റെ പ്രകാശവും ഭൂമിയുടെ മറവും അല്ലേ? അതുകൊണ്ടല്ലേ ഇതുപോലെ ഓരോരോ കലകളിൽ കാണുന്നത്. പക്ഷെ നിങ്ങളങ്ങനെയല്ല, സ്വയം പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാണ്. ആകാശത്താരോ പെറുക്കി നിരത്തിയ കുഞ്ഞു നക്ഷത്രത്തിലൊന്ന്. ഞാനൊരു നാടകം കളിച്ചു. ആ നാടകത്തോടെ 2 വരിയാണ്. ആകാശത്താരോ പെറുക്കി നിരത്തിയ കുഞ്ഞു നക്ഷത്രത്തിലൊന്ന്, കൂട്ടത്തിൽ നിന്നും കൂടപ്പഴുതിലൂടെ അദ്രസ്മിതവുമായി എത്തി. നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെ തോന്നുന്നത്? അയ്യയ്യാ നക്ഷത്ര കുഞ്ഞുങ്ങൾ, അയ്യയ്യാ ഓ പൂത്തു നിറഞ്ഞേ, അയ്യയ്യാ നക്ഷത്ര കുഞ്ഞുങ്ങൾ, അയ്യയ്യാ ഓ പൂത്തു നിറഞ്ഞ്. അങ്ങനെ പൂത്തു നിറഞ്ഞ് നിൽക്കുന്ന നല്ല നക്ഷത്രങ്ങളാണ്. നിങ്ങൾ കൊല്ലത്ത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എവിടെയാ? തേവള്ളിയിൽ. കൊല്ലം ബോയ്സ്. കൊല്ലം ബോയ്സ് കൊള്ളാം, അടിപൊളി. നിങ്ങൾ കൈയടിച്ചതല്ലേ? ശരി, ഞാൻ ഒന്നെന്ന് പറയുമ്പം നിങ്ങൾ 2 പ്രാവശ്യം കൈയടിക്കണം. ഒന്നെന്ന് പറയുമ്പം
2 പ്രാവശ്യം കൈയടിക്കണം. 2 എന്ന് പറയുമ്പം 3 പ്രാവശ്യം കൈയടിക്കണം. 3 എന്ന് പറയുമ്പം കൈയടിക്കണ്ട. 4 എന്ന് പറയുമ്പം 1 പ്രാവശ്യം കൈയടിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം മത്സരം. ശരി, കൈയടിച്ചോ. 3 എന്ന് പറയുമ്പോൾ കൈയടിക്കണ്ട. 4 എന്ന് പറയുമ്പം 1 പ്രാവശ്യം കൈയടിക്കേ ഉള്ളൂ. 2 ഒരുമിച്ച് അവരെ താളത്തിൽ കേൾക്കണം. അപ്പം കേൾക്കണം. 1 3 4 3 1 4 2 1 3. 3 എന്ന് പറഞ്ഞപ്പോൾ ആരും കൈയടിച്ചില്ല. അവസാനം നിങ്ങളത് യാഗരൂകരായിരുന്നല്ലേ? അതിന് പ്രത്യേക കൈയടി, നല്ലവണ്ണം കൈയടിച്ചോ. ഇപ്പം നിങ്ങൾ 3 എന്ന് പറഞ്ഞപ്പോൾ ആരും കൈയടിച്ചില്ല. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ ഏത് കാര്യവും കേൾക്കാം, അല്ലേ? അതുപോലെ ശ്രദ്ധിച്ചിരിക്കണം. എല്ലാം ശ്രദ്ധിച്ചിരുന്നാൽ അതുപോലെ എല്ലാ കാര്യങ്ങളും കേൾക്കാം. നിങ്ങൾ 5 കൊണ്ടടച്ചേരം 5 മിനിറ്റ് ഞാൻ പറയുന്നവരെ കണ്ണടച്ചിരിക്കണം. കണ്ണടച്ചിരുന്നിട്ട് ഇവിടെ ചുറ്റുപാടും എന്തൊക്കെ ശബ്ദമാണ് കേട്ടത് എന്ന് നോക്കണം. അത് പറയണം. ഒരു 5 കാര്യങ്ങൾ പറയണം. എന്തൊക്കെയാണ് കേട്ടതെന്ന് കണ്ണടച്ചിരുന്ന് നോക്ക്. എന്തൊക്കെയാണ് കേട്ടതെന്ന് പറയണം. കണ്ണടച്ചോ. ചുറ്റുപാടും എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. അത് 5 എണ്ണം എന്തൊക്കെയാണെന്ന് നോക്കുക. അതിനുശേഷം അതെന്തൊക്കെയാണെന്ന് പറയണം. ശരി, തുറന്നോ. മോൻ പറഞ്ഞേ, എന്തൊക്കെയാണ് കേട്ടത്? ഫാന്, ആളുകളുടെ ശബ്ദം. ആളുകളുടെ ശബ്ദം എന്തെന്നൊക്കെയാണ് കേട്ടത്? അതല്ലാതെ ആരെങ്കിലും കണ്ടോ? അപ്പോൾ ഫാൻ ശബ്ദം കേട്ടു, ആളുകളുടെ ശബ്ദം കേട്ടു. വേറെ എന്തെങ്കിലും കേട്ടോ? എന്താണ്? വണ്ടിയുടെ ശബ്ദം. എന്താ? ആ, മാമൻ്റെ ശബ്ദം കേട്ടല്ലേ? ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടല്ലേ? കാക്കയുടെ ശബ്ദം കേട്ടോ. പിന്നെ അങ്ങനെ സൂക്ഷിച്ചിരുന്നാൽ ഒരുപാട് നല്ല നല്ല സ്പീക്കറുടെ ശബ്ദം കേട്ടു. അങ്ങനെ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് നല്ല നല്ല ശബ്ദങ്ങൾ കേൾക്കാം. നമ്മൾ വായനയിൽ നമ്മുടെ റേഡിയോ കേട്ടാൽ, റേഡിയോ ഒന്ന് കേൾക്കണം കേട്ടോ. നിങ്ങളെല്ലാം റേഡിയോ കേൾക്കണം. ഇത് വെറുതെ ഇത് മാത്രം വെച്ചുകൊണ്ടിരിക്കരുത്. റേഡിയോയിലൊക്കെ നല്ല വാർത്തകൾ കേൾക്കും. ഡെയിലിയുള്ള വാർത്തകൾ, പത്രം വായിക്കണം കേട്ടോ. ഇപ്പം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് 2 പേരും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ശരി, കൊള്ളാം. നിങ്ങൾ നല്ല കാര്യങ്ങൾ കേട്ട് ഒന്നുകൂടെ ഒരു കൈയടി. അതിന് ഒരു കൈയടി പോട്ടെ. കൈയടിക്ക് ഒരു കുറവും വേണ്ട. അങ്കിളുടെ ഇതേപോലത്തെ കുട്ടിക്കാലത്തെ ഇതുപോലെ ഒരുപാട് രസകരമായ തമാശകളുണ്ടായിരുന്നു. സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ അത്ര വലിയ പഠിത്തക്കാരനൊന്നും അല്ല. ഏറ്റവും ബാക്കിലിരിക്കുന്നത് ആരായിരിക്കും? ബാക്ക് ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന നിങ്ങൾ ബാക്ക് ബെഞ്ചിലാണല്ലേ? ഓ, ഭയങ്കര കുസൃതിയായിരിക്കും നിങ്ങൾ. ബാക്ക് ബെഞ്ചിലിരിക്കുന്നവർ കുറേ പേരുണ്ടല്ലോ. ബാക്ക് ബെഞ്ചിലിരിക്കുന്നവർ അവർ കൂടുതൽ കുസൃതി കാണിക്കുന്നതുകൊണ്ടായിരിക്കും ഏറ്റവും ബാക്ക് ബെഞ്ചിലിരിക്കുന്നത്, അല്ലേ? ഞാനാണെങ്കിൽ എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് എന്നെ പിടിച്ച് ഏറ്റവും ഫ്രണ്ടിലായിരുത്തിയത്, സാറിൻ്റെ തൊട്ടടുത്ത്. പക്ഷേ ബാക്കി ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ സുഖം, അല്ലേ? എന്താണ് കാരണം? എന്താണ്? ടീച്ചർ അറിയാതെ കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നീ എടാ. അപ്പോൾ ശരി. പക്ഷേ ബാക്കി ഇരിക്കുന്നവർക്കായിരിക്കും ഒരു ക്ലാസ് റൂം കറക്റ്റായിട്ട് എല്ലാം കാണാൻ പറ്റുന്നത്, അല്ലേ? ബാക്കി ഇരിക്കുന്നവർക്ക് ഒരു ക്ലാസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും, അല്ലേ? ഫ്രണ്ട് ഇരിക്കുന്നവർക്ക് വല്ലതും കാണാൻ പറ്റുമോ? തിരിഞ്ഞു നോക്കിയാൽ സാറിൻ്റെ തട്ട് കിട്ടും. ഞാൻ കൂടെ തിരിഞ്ഞു നോക്കും ആരൊക്കെ കാണാൻ. അപ്പം തട്ട് കിട്ടും. നേരെ ഇരിയടാ, ഇങ്ങോട്ട് നോക്കിയിരിക്കടാ എന്ന് പറയും. അപ്പോൾ എനിക്കതൊന്നും കാണാൻ പറ്റില്ല. സ്കൂളിലെ കളികളൊന്നും കാണാൻ പറ്റില്ല. നിങ്ങളൊക്കെ എന്തൊക്കെ കാണിക്കുമോ, എൻ്റെ കൂട്ടുകാരൊക്കെ എന്തൊക്കെ കാണിക്കുമോ ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ സാർ എന്തോന്ന് പഠിപ്പിക്കുമോ അത് കേട്ടോട്ട് അങ്ങനെ ഇരിക്കും. അത് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ സാറ് പഠിപ്പിക്കുന്ന സാറിൻ്റെ മാനറിസം ഉണ്ടല്ലോ. സാറ് പഠിക്കുന്നത് എല്ലാവരും ഒരേ സ്റ്റൈലിലാണ് പഠിപ്പിക്കുന്നത്, അല്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാറ് ആയിരിക്കും. ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതായിരിക്കും? കാര്യം എന്താണ്? വിരുദ ടീച്ചർ. കറക്റ്റ്, വിരുദ ടീച്ചർ. അതിനൊരു കൈയ്യടി കൊടു. നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ടീച്ചർ ആരാണോ അവർ പഠിപ്പിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും അറിയുന്നത്, അല്ലേ? എനിക്കും അതുപോലെ ജിറാൾഡ് സാറായിരുന്നു എന്നെ ഇതുപോലെ സാമൂഹികപാഠം പഠിപ്പിച്ചത്. സർ ടീച്ചർ ഇംഗ്ലീഷ്, അല്ലേ? അതാണ് നീ അത് ഇംഗ്ലീഷിൻ്റെ ഇത് പറഞ്ഞത്, അല്ലേടാ? അപ്പം ഞാൻ എൻ്റെ അടുത്ത് വരണമെന്നറിയാമോ? ആ സാറ് വരുന്നത്
സാധാരണ ഷർഷയുടെ ഭരണപരിഷ്കാരങ്ങൾ എന്ത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഈ വാളും വെച്ച് ഷർഷയായിട്ട് വരും. ഇങ്ങനെ ഈ കമ്പൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട്, കമ്പ് നമ്മൾ അടിക്കേണ്ട കമ്പില്ലേ, കുസൃതി കാണിച്ചാൽ അടിച്ച് കയറ്റി തരും. ആനന്ദം പിള്ളയും അങ്ങനെയാണ് ഈ വടിയെ പറയുന്നത്. അനന്തം പിള്ള എന്ന് വെച്ചാൽ നല്ല അനത്തും, ആനന്ദം പിള്ള എന്ന് വെച്ചാൽ കുസൃതി കാണിക്കാൻ നല്ല കുട്ടികളായിട്ടിരിക്കുന്നവർക്ക് ആനന്ദം പിള്ളയാണ് ആ വടി. അതെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരും ശശകരൻ പോലെ. അങ്ങനെയൊക്കെ കണ്ട് പിന്നെ അങ്ങനെ കുറേ ചിലത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഓക്കെ. അപ്പം അങ്ങനെ കുറേ പഠിപ്പിച്ച് ഞാനെന്ത് ചെയ്യും, ഈ സ്കൂളിൽ ഈ സാറിനെ അനുകരിച്ചെല്ലാം സാറെന്ത് പറയുമോ അതെല്ലാം കേട്ട് അനുകരിച്ചു കൊണ്ടിരിക്കും. സാറിനെ പറ്റി ഇതെല്ലാവരും പോയി കഴിയുമ്പോൾ സാറിനെ കളിയാക്കി ഞാൻ അനുകരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിള്ളേരെല്ലാം ചിരിക്കും. ഓരോ സാറിനെ കളിയാക്കി നിങ്ങൾ കാണിക്കാറുണ്ടോ? ഞാനങ്ങനെ കാണിച്ചപ്പം അവസാനം കുട്ടികളെല്ലാം കൂടെ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, അത് നീ കലോത്സവത്തിന് കാണിക്ക്. സാറിനെ അനുകരിച്ച് ഞാൻ എല്ലാം കാണിച്ചപ്പോൾ എല്ലാ കുട്ടികളും ഭയങ്കര കൈയടി. സാറുമാർക്ക് മാത്രം ദേഷ്യം. ഒരു സാറ് വന്ന് ചേട്ടാ നീ ഒട്ടും ശരിയല്ല, നിനക്ക് 2 അടിയുടെ കുറവുണ്ട്, നീ ഒട്ടും ശരി 2 അടിയുടെ കുറവുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ശരിയാണ്, എനിക്ക് 2 അടിയുടെ കുറവുണ്ട്. ആ കുറവുണ്ടതുകൊണ്ടാണ് എന്നെ ഫ്രണ്ട് പിടിച്ചിരുത്തിയത്. അതുകൊണ്ടല്ലേ ഈ വേലകളൊക്കെ കാണിക്കേണ്ടി വന്നത് അല്ലേ? അതുപോലെയാണ് നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കണം അല്ലേ? നമുക്ക് കിട്ടുന്ന നല്ല അവസരങ്ങളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുമോ? നിങ്ങൾ ബോയ്സ് എന്തിൻ്റെ ബോയ്സാണ്? എവിടുത്തെ ബോയ്സാണ്? എവിടുത്തെ മതി. അപ്പോൾ അങ്ങനെ അവിടുത്തെ ബോയ്സായി നിങ്ങൾ നല്ലവണ്ണം ഷൈൻ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെ നല്ലവണ്ണം ഉപയോഗിക്കുക, അടിച്ചു പൊളിക്കുക. ഒരു കയ്യടി കൂടി തന്നിട്ട് ഞാൻ നിർത്തും. ഓക്കെ, എല്ലാവർക്കും സന്തോഷമായോ? നിറഞ്ഞ സന്തോഷം. എനിക്ക് അതിനേക്കാളേറെ സന്തോഷമായി. ഉമ്മ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.